ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിൽ പോയിട്ടിരിക്കുന്ന ജിബിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വരൂ വീഡിയോയിലേക്ക് പോകാം. സോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക, ജിബിലി ഇമേജ് ജനറേറ്റർ എന്ന് കൊടുക്കുക. അത് സെർച്ച് ചെയ്യുക. എന്നിട്ട് താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോഡായി വന്നതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന അപ്ലോഡ് യുവർ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളവർ സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ആ ഫോട്ടോ അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ ഒരു 10 സെക്കൻഡിങ്ങനെ എടുക്കും. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫുള്ളായിട്ട് അപ്ലോഡ് ആയതിനു ശേഷം ഇവിടെ താഴെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസ് ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, കാർട്ടൂണായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ആർട്സായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓരോ തരത്തിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ഞാൻ ജിബിലിന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ കാണുന്ന ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഫോണിൽ കിടക്കുന്ന ഇമെയിൽ ഐ ഡി കാണിക്കും. ഇവിടെ ഇഷ്ടമുള്ള ഇമെയിലിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കുറച്ച് ലോഡായി വരും. അതിനുശേഷം ഇവിടെ ഒരു 10 to 15 സെക്കൻഡെങ്കിലും എടുക്കും ഫോട്ടോ വന്നിട്ട് ജനറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളെ ഫോട്ടോ വന്നിട്ട് ജനറേറ്റ് ആയി. സോ ഇവിടെ നിങ്ങൾ കംപ്രഷൻ നോക്കണമെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കംപ്രഷൻ നോക്കാൻ പറ്റും ഫോട്ടോ വന്നിട്ട്. സോ പഴയ ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു, പുതിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പറ്റും. ആൻഡ് ഈ ഫോട്ടോനെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോനെ ലോങ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വെറും 3 പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ വേറെ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.